ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് രാവിലെ ഇന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഇഡലി ഇങ്ങനെ പുളിച്ച് പൊങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ തൈര് കഴിക്കാൻ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. ഇന്ന് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ വന്ന് നോക്കിയപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച അത് നിങ്ങളെ കാണിക്കാം. വരൂ. ഇതെന്താണെന്ന് നോക്കിക്കേ. ഹാ, എന്തൊരു മനോഹരമായ കാഴ്ച! ഇഡലി അങ്ങനെ പൊങ്ങി എന്നെ എന്നാ ചുട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. ഞാൻ 2 കപ്പ് അരിക്ക് അര കപ്പ് ഉഴുന്ന് ഇടുകയുള്ളൂ. ഒരു 2 ടീസ്പൂൺ ഉലുവയും കൂടി ഇടും. അത് മാത്രം വെച്ച് അരച്ചിടുക. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് തലേ ദിവസത്തെ ഇഡലിയിൽ നിന്ന് ഒരു 2 സ്പൂൺ മാറ്റി വെച്ചേക്കും. അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യും. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. പിന്നെ ഉപ്പ് ചേർത്ത് ഇഡലി തട്ട് വെച്ച് അതിലേക്ക് എണ്ണ സ്പ്രേ ചെയ്തിട്ട് വെള്ളം ചൂടാക്കി ഇഡലി തട്ട് വെച്ച് മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കുക. അപ്പോൾ അവനങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേനും അത് കാണാനും ഒരു സുഖമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ക്രിയേഷനിലുണ്ടായ ഒരു സാധനം അല്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഈ ഒരു സംഗതി. അപ്പം ഈ ഒരു സീക്രട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോണം. തലേ ദിവസത്തെ ഇഡലിയിൽ നിന്നോ നമ്മുടെ പാലപ്പത്തിൽ നിന്നോ ഉണ്ടാക്കിയതിൻ്റെ ഒരു 2-3 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇഡലിക്കോ പാലപ്പത്തിനോ അത് ചേർക്കുക. നമ്മൾ അരച്ച് വെക്കുമ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഇഡലി ആണേലും അപ്പമാണേലും ഒക്കെ പൊങ്ങി വരും. യാതൊരു സംശയവുമില്ല. അങ്ങനെ എൻ്റെ ചെറിയ ഇടിയപ്പത്തട്ടാണ് 4-8 ഇതിനകത്ത് പോകത്തുള്ളൂ. അത് മതി, നമ്മൾ ചെറിയ ഫാമിലിക്ക് അതൊക്കെ മതിയല്ലോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇഡലി അങ്ങനെ റെഡിയാണ്. അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കണം. എൻ്റെ ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ പച്ച പട്ടാണി, അതായത് തേങ്ങ എടുക്കും. അതിനകത്തേക്കൊരു ഒരു സ്പൂൺ നമ്മുടെ പട്ടാണിയില്ലേ, പട്ടാണി വറുത്തത്, അത് ഒരു സ്പൂൺ ഇടും. പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചുമലമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ 2-3 ചെറിയ ഉള്ളി, ഉപ്പ്, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടും. എന്നിട്ട് അരയ്ക്കുക. വെള്ളമൊഴിച്ച് അരയ്ക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് അരയ്ക്കുക. എനിക്ക് ഒത്തിരി നീണ്ടു നിൽക്കുന്ന ചമ്മന്തി ഇഷ്ടമില്ല. അരച്ച ശേഷം അവിടെ വയ്ക്കുക. ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയോ വറ്റൽമുളകൊക്കെ ഇട്ട് താളിക്കാനുള്ളതെല്ലാം ഇട്ട ശേഷം ഓഫ് ചെയ്യുക. അതിനകത്തേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിടുക. ഇത് പിന്നെ ചൂടാക്കുകയില്ല. നല്ല ചമ്മന്തി കേട്ടോ, നല്ല കൊഴുത്ത നല്ല ചമ്മന്തി. ഇത് ഒത്തിരി നേരം വെച്ചേക്കാനൊന്നും കൊള്ളില്ല. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. കാരണം നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ. നല്ല ചട്നിയാണ്. ഇവിടെ നമുക്ക് ഈ ചട്നി മസ്റ്റാണ്. ചമ്മന്തി ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാക്കുക. അപ്പോൾ ചുമല വേണമെങ്കിൽ നമ്മൾ വറ്റൽമുളക് അരയ്ക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ഇടുക. വെള്ളച്ചമ്മന്തി വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഇടുക. രണ്ടും നല്ല ടേസ്റ്റാണ്. രണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ചുമലയായിരിക്കും, ചിലപ്പം പച്ചയായിരിക്കും. എന്താണേലും നല്ല രസം ഉണ്ടാവും. റൂഫി കിടന്ന് ഒച്ച വെക്കുന്നു. അവന് റോഡിൽ ആരെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ്. അവൻ്റെ പ്രമിസസിൽ ആരാണ്ട് വന്നു എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം ഞാനിന്ന് ചെറിയ ഉള്ളിയില്ലായിരുന്നു, സവാളയുടെ ഒരു കഷ്ണം, ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു പച്ചമുളക്, പിന്നെ എന്താണ് നമ്മുടെ പട്ടാണി അങ്ങനെ മേടിച്ച് വെച്ചേക്കും. അതിൽ നിന്നൊരു സ്പൂൺ, ഒരു വലിയ സ്പൂണ്, ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ തേങ്ങാപ്പീര നമുക്കിവിടെ ഫ്രോസനാണ് മേടിക്കാൻ കിട്ടുന്നത്. അത് ഒന്ന് ഡിഫ്രോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഇടുക. ഉപ്പിടുക. വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. വലിയ ഫൈനായിട്ടൊന്നും അരയ്ക്കണ്ട. പിന്നെ അരച്ച ശേഷം വേറെ കടായിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിലേക്ക് ഉള്ളി അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ശരിയായി വരുമ്പം ഫയർ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ അരച്ച് വെച്ച സാധനം ഇടുക. എൻ്റെ കരിയാപ്പ് കണ്ടോ? എൻ്റെ കരിയാപ്പയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്താണ്, ഫ്രഷായിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു സുഖം വേറെ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് സാധനം. ഞാൻ ഇതിന് ഒഴിക്കുന്നത് എന്താണെന്നറിയോ? മിച്ചം വരുന്ന പാലെല്ലാം ഞാൻ ഇതിനൊഴിക്കും. ഇതാണ് ഇതിൻ്റെ കൊടുക്കുന്ന വളം.
അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ റെഡിയായി. നല്ല സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ. അപ്പം അവനെ അങ്ങോട്ട് നമ്മുടെ ഓഫ് ചെയ്തിട്ട് ചമ്മന്തി അതിനകത്തേക്ക് ഒഴിക്കും. നമ്മുടെ ഇഡലി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഇഡലി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി പിറ്റേ ദിവസം ഉണ്ടാക്കും. നല്ല കൊഴുത്ത ചമ്മന്തി. തീ ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. തീ പിന്നെ ഓൺ ചെയ്യരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ പട്ടാണി പയറിടുന്നത് കൊണ്ട് നമുക്ക് പിന്നെ അത് തീ കത്തിക്കേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിച്ചവരിങ്ങനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡലി റെഡി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ.